എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമുക്കേ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ചമ്മന്തി, ചായ പിന്നെ ഒരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ചായ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അതേ തേങ്ങ അരച്ച് ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് കേടായായിരുന്നേ. അപ്പോൾ അത് ഇന്നലെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നാക്കാനായിട്ട്. അത് ഓർക്കാതെ ഇന്നലെ ഞാൻ ഇഡ്ഡലിക്കുള്ള അത് ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിലിട്ടു. അപ്പോൾ ഒരു 10-11 മണിയാകുമ്പോൾ അരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു കൊച്ചുറങ്ങിയപ്പോൾ ഇത്തിരി നേരം കിടന്നത്. പക്ഷേ ഇന്ന് പുലർച്ചെ 4:30 ഞാൻ പിന്നെ എണീക്കുന്നത് കേട്ടോ. ഇത് പെട്ടെന്ന് ഓർമ്മ വന്ന് വേഗം മാവരയ്ക്കാൻ ചെന്നപ്പോൾ മിക്സി കാണുന്നില്ല. അന്നേരം ഓർക്കുന്നത് മിക്സി ഇല്ല, മിക്സി കൊണ്ട് കൊടുത്തു എന്നുള്ളതൊക്കെ. പിന്നെ നമ്മൾ അമ്മീമ്മ തന്നെ അരച്ചു. കറിക്കുള്ള കൂട്ടൊക്കെ നമ്മൾ അമ്മ അരയ്ക്കാറുണ്ട്. പക്ഷേ ഇഡ്ഡലി ദോശയ്ക്കുള്ളത് ഇത്തിരി പണിയാണല്ലോ. അങ്ങനെ നല്ല പണി കിട്ടിയൊരു മോർണിംഗ് ആയിരുന്നു. അപ്പോൾ ചമ്മന്തി ഇവിടെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തി ബെസ്റ്റാട്ടോ. വേറെ ഒന്നും വേണ്ട, നല്ല സുഖമായിട്ട് നല്ല ചുടിയുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ഇതിങ്ങനെ നീട്ടണോ കുറുക്കണോ എന്നുള്ളതൊക്കെ ഇനി ബാക്കിയുള്ളവർ എണീച്ച് വന്നിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുവാ. അപ്പോൾ പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തപ്പോൾ ഇതിങ്ങനെ തന്നെ മതി, ചാറായിട്ട് നമുക്ക് സാമ്പാർ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചക്കലേക്കുള്ള കറിയുമായല്ലോ. പിന്നെ കുറച്ച് കഷ്ണങ്ങളുണ്ടായിരുന്നു. ഫ്രിഡ്ജ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഷിഫ്റ്റ് ചെയ്യുവാണ്. പുതിയ വീട് എടുത്തിട്ടുണ്ട് റെൻറ്റിന്. അപ്പോൾ അങ്ങോട്ടേക്ക് മാറുക. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സമയം അതിന് വേണ്ടി പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മൂത്ത ആൾ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറകെയാണ് ഇന്ന് ഉച്ച തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇനി കറണ്ട് ഓഫീസിൽ പോകണം, പിന്നെ ഗ്യാസിൻ്റെ ഓഫീസിൽ പോകണം, പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്യാൻ കൊടുത്തത് മാറ്റി വാങ്ങാൻ കൊടുത്തതൊക്കെ ഉണ്ട്, അതൊക്കെ റെഡിയാക്കണം. ഹൗസ് ഷിഫ്റ്റിംഗുകാരെ വിളിച്ചൊന്നുകൊണ്ട് കൺഫേം ചെയ്യണം. അങ്ങനെ 100 പണിയുണ്ട്. അപ്പോൾ നല്ല എനർജറ്റിക്കായിട്ട് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, പിന്നെ ഒരു ചായയിൽ മധുരമില്ല. പകരം 2-3 ദിവസം അടുപ്പിച്ച് മധുരമില്ലാണ്ട് കുടിച്ചപ്പോൾ നമുക്കൊരു മധുരം വേണം തോന്നി. അതാ 3 ഡേറ്റ്സ് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത്തിരി ചായ കുടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ആ ഡേറ്റ്സ് ഒരെണ്ണം കഴിച്ചാൽ മതി, നല്ലതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.